السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് നിസ്കാരത്തിനു ശേഷം പരസ്പരം അഭിനന്ദിക്കും. अपने रिश्तेदारों और दोस्तों को सविया और मिठाई खिलाते हैं. തങ്ങളുടെ കുടുംബക്കാർക്ക്, റിശ്തേദാറോ എന്ന് പറഞ്ഞാൽ കുടുംബക്കാർ, തങ്ങളുടെ കുടുംബക്കാർക്കും അതുപോലെ ഓർ ദോസ്തോക്കോ പ്രിയപ്പെട്ട ആളുകൾക്കും സവിയ സേമിയവും ഓർ മിഠായി ഖിലാത്തായി മിഠായിയും തീറ്റിപ്പിക്കുന്നു. അപ്പോൾ പായസവും സേമിയ കൊടുക്കുന്നു, അതുപോലെ മിഠായി കൊടുക്കുന്നു. മനസ്സിലായോ? ഓർ ഖുദ് ബി ഉൻകെ സാത്ത് ബൈഠ്കർ ഖാത്തെ ഹൈ. അവരും, അവർ കൊടുക്കുക മാത്രമല്ല, അവരും അവരോട് കൂടെ, ഈ കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, സുഹൃത്തുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കുടുംബക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ, അവരും അവരോട് കൂടെ ഇരുന്നിട്ട് ഖാത്തെ ഹൈ ഭക്ഷിക്കുന്നു, തിന്നുന്നു. ദിൻ ഭർ ബഡി ചഹൽ പഹൽ രഹത്തി ഹൈ. ദിവസം മുഴുവനും വലിയ കോലാഹലങ്ങൾ ഉണ്ടാകുന്നു. ചഹൽ പഹൽ പറഞ്ഞാൽ കോലാഹലം ഉണ്ടാകുന്നു. ബച്ചോ കി ഖുശി കാ തോ കോയി ഠികാന ഹി നഹി രഹ്ത. കുട്ടികളുടെ സന്തോഷത്തിനൊരു സ്ഥാനവും അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ സന്തോഷിക്കുന്ന അർത്ഥം. മനസ്സിലായോ? ഓലെ പിന്നെ സന്തോഷത്തെ കുറിച്ച് പറയാൻ കഴിയൂല, അത്രയും അവർ സന്തോഷിക്കുന്നു. ഉനേ തോ ബസ് ഈദി വസൂൽ കർന ഹി മസാ ഹെ. അല്ല, പിന്നെ മറ്റൊരു അഭിപ്രായ പ്രകാരം അവർക്ക് സ്ഥാനമില്ല പറഞ്ഞാല് വലിയ കുട്ടികൾ അത്ര സ്ഥാനം ഇല്ല. കാരണം എന്താ? ഉനേ തോ ബസ് ഈദി വസൂൽ കർന മേ ഹി മസാ ഹെ. അവർക്ക് ആകെ പെരുന്നാൾ പൈസ, ഈദി പറഞ്ഞാൽ പെരുന്നാൾക്ക് നൽകപ്പെടുന്ന പൈസക്കാണ് പെരുന്നാൾ പൈസ കേട്ടോ, അതിനാണ് ഈദി എന്ന് പറയാം. അപ്പൊ കുട്ടികൾക്ക് ഇപ്പോ ബച്ചോങ്കോ എന്ന് പറയില്ലേ, ബച്ചോങ്ക് ഖുഷിക്കാത്തു കോയി ടിക്കാനാഹി നഹി രഹത്താന്ന് പറയാൻ കാരണം അവർക്ക് ഇപ്പൊ എന്താ, വെറും ഈദി വസൂൽ കർണമേ, പെരുന്നാൾ പൈസ വസൂലാക്കുന്ന വിഷയത്തിൽ, കൈപ്പറ്റുന്ന വിഷയത്തിൽ മസാദാഹെ, രസമുണ്ട്. അവർക്ക് അത് മാത്രമേ രസമായിട്ടുള്ളൂ, വേറെ ഒന്നിലും അവർ കൂടുതൽ കൂടൂല, അവർ കൂടുതൽ രസമില്ല. പെരുന്നാൾ പൈസ കിട്ടിയാ ഉഷാറായി, അത്ര ചിന്ത അവർക്കുള്ളൂ. കുട്ടികളല്ലേ, ബാക്കിയുള്ളവർക്ക് കുളിച്ച് ഉഷാറായിട്ട് പള്ളിക്ക് പോവാ, തിരിച്ചു വരിക, അങ്ങനെയൊക്കെ ഓരോ സംഭവമൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇല്ലല്ലോ. ഈദ് കാ ദിൻ ഗൈർ മുസ്ലിം ഹസ്രാത്ത് ബി അപ്നെ മുസ്ലിം ഭായിയോं को ഈദ് की മുബാറക്ബാദ് देते हैं. അപ്പോൾ ഈ പെരുന്നാൾ ദിവസം മുസ്ലിങ്ങളല്ലാത്ത ആളുകളും തങ്ങളുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് പെരുന്നാൾ ആശംസകൾ നേരുന്നു. ഓർ ഉൻകി ഖുശി മേ ബറാബർ കെ ശരീക് ഹോത്തെ ഹൈ. അവരുടെ സന്തോഷത്തിൽ ഇവരെ പോലെ തന്നെ നിരന്തരമായിട്ട് ഒരുപോലെ പങ്കാളികളാകുന്നു. വറസിയെ കെ ഈദ് കാ തെഹ്വാർ പൂരി ഇൻസാനിയത്ത് കെ ലിയെ റഹ്മത്തോ ആപ്പസി മേൽ ജോൽ ഓർ ഖുഷിയോ കാ ഖസാന ലുട്ടാതാ ഹുവാ ആതാ ഹേ. ലക്ഷ്യം ഇതാണ്, ഉദ്ദേശിക്കുന്നതാണ്. പെരുന്നാൾ ദിവസത്തിന്റെ ആഘോഷം എന്ന് പറയുന്നത് പൂരി ഇൻസാനിയത്ത് കെ ലിയെ, മനുഷ്യകുലത്തിനൊന്നാകെ റഹ്മത്തോ അനുഗ്രഹങ്ങൾ, ആപ്പസി മേൽ ജോൽ പരസ്പരമുള്ള സൗഹാർദ്ദങ്ങളെ, അതുപോലെ ഓർ ഖുഷിയോം കാ ഖസാന ലുട്ടാതാ ഹുവാ ഹേ, സന്തോഷത്തിന്റെ ആ ഒരു ഖജനാവ് കവർച്ച ചെയ്യപ്പെടുന്നു. എന്താണ് സന്തോഷത്തിന്റെ ഖജനാവ്? അന്ന് എല്ലാവർക്കും വീതം വെക്കപ്പെടേണ്ട ഒരു ദിവസമാണ് എന്നർത്ഥം. ഈദുൽ ഫിത്തർ की तरह ഈദുൽ അസ്ഹ भी मुसलमानों का एक मुक़द्दस त्योहार है. ഈദുൽ ഫിത്തറിനെ പോലെ തന്നെ ഈദുൽ അസ്ഹയും മുസ്ലിങ്ങൾക്ക് ഒരു പരിശുദ്ധമാക്കപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ്, തെഹ്വാറാണ്. ദുൽഹിജ്ജ की 10वीं तारीख को मनाया जाता है. ഇത് ദുൽഹിജ്ജ 10 ഡേറ്റ്, ദുൽഹിജ്ജ 10 ആഘോഷിക്കപ്പെടാറുള്ളത്. ഉസേ ബക്കർ ഈദ് ഓർ ഈദ് ഖുർബാൻ ബി കഹ്തേ ഹൈ. ബക്കർ ഈദ് എന്ന് പറഞ്ഞാൽ ബക്രീദ് നമ്മൾ പറയല്ലോ മലയാളത്തിൽ, ബക്കർ ഈദ്, ബക്രീദ്, അല്ലെങ്കിൽ ഓർ ഈദ് ഖുർബാൻ, എല്ലാം സമർപ്പിക്കുന്ന ഒരു ഈദ്, ബലിയുടെ ഈദ് എന്നും പറയപ്പെടുന്നു. അപ്പോൾ ബക്രീദ് എന്നോ പശുവിനെ അറുക്കും, പൊതുവെ പശുക്കളാണല്ലോ അറക്കൽ, അപ്പോൾ അതുകൊണ്ട് എന്താ അറിയില്ല, ഏതായാലും ബക്രീദ് എന്നാണ് പല ആളുകളും പറയാറുള്ളത്. മറ്റ് ചില ആളുകൾ പറയാറുള്ളത് ഈദ് ഖുർബാൻ, എല്ലാം സമർപ്പിക്കേണ്ട, അല്ലേ, അവനവൻ്റെ എല്ലാ പിന്നെ പോത്തുകളും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത്ര അളവിൽ അറക്കണം എന്നൊക്കെ അല്ലേ കണക്ക്. അതുപോലെ ഷെയർ ചെയ്തിട്ടൊക്കെ നമ്മൾ അറക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഖുർബാനാണത്, ഒരു സമർപ്പണമാണ്. അപ്പോൾ ഈദ് ഖുർബാൻ ബി കഹത്തെ ഹൈ. खुदा ने पैगंबर हज़रत इब्राहिम अलैहिस्सलाम को बिशारत दी. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായ ഇബ്രാഹിം നബിക്ക് ബിശാറത്ത് നൽകി.
സന്തോഷ വാർത്ത നൽകിക്കെ അഗർ തും മുജ്സെ സच्ची अकीदत रखते हो तो मेरे नाम पर अपने बेटे को कुर्बान कर दो. നിങ്ങൾ സത്യസന്ധത പുലർത്തുന്ന ആളാണെങ്കിൽ, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്ന വിഷയത്തിൽ സത്യസന്ധമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണെങ്കിൽ, തും മേരെ നാം പർ അപ്നെ ബേട്ടെ കോ കുർബാൻ കർ ദോ, എന്റെ പേരിൽ നിങ്ങളുടെ മകനെ ബലിയറുക്കണം. हजरत इब्राहिम अलैहिस्सलाम फौरन हजरत इस्माइल को अल्लाह के राह में कुर्बान करने लिए तैयार हो गए. ഇബ്രാഹിം അലൈഹിസ്സലാം പെട്ടെന്ന് തന്നെ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയർപ്പിക്കാൻ തയ്യാറായി. ഗലെ पर जैसे ही चुरी पेरी, ഏത് സമയത്താണോ പിരടിയിലെ കഴുത്തിലെ ചുരി പേരിയറ കത്തിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയത്, അപ്പോഴേക്കും അള്ളാഹുവിന്റെ ഓർഡർ കൊണ്ട് ഹസ്രത്ത് ഇസ്മായിൽ അലൈഹിസ്സലാം की जगह एक दुम्बा आ गया. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ആ ഒരു സ്ഥാനത്ത് കാട്ടാടാണ് വന്നത്. ഉസി ഖുർബാനി की याद में, ആ ഒരു ഖുർബാനിയുടെ ഓർമ്മയിൽ ബക്രീദ് മനായി ജാती है. ബക്രീദ് ബലി പെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നു. ഈദ് की तरह उस दिन भी मुसलमान नए नए कपड़े पहनते हैं. ചെറിയ പെരുന്നാളിന്റെ വിഷയം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ദിവസം മുസ്ലിങ്ങൾ പുതിയ പുതിയ ഡ്രസ്സുകൾ ധരിക്കുന്നു. ഈദ്ഗാഹ് ജാക്കർ ഈദ് കി നമാസ് പഠത്തെ ഹൈ, ഈദ്ഗാഹിൽ പോയിട്ട് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നു. ഓർ ഏക് ദൂസരെ കോ മുബാറക് ബാദ് ദേത്തെ ഹൈ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈദ് ആശംസകൾ കൈമാറുന്നു. ഘർ വാപ്പസ് ആക്കർ കുർബാനി കർത്തെ ഹൈ, വീട്ടിൽ തിരിച്ചു വന്നിട്ട് കുർബാനികൾ നടത്തുന്നു. വരീബോ ഓർ റിശ്തേദാറോ മേ കുർബാനി കാ ഗോശ്ത് തഖ്സീം കർത്തെ ഹൈ, പാവപ്പെട്ട ആളുകളിലും അതുപോലെ കുടുംബക്കാരിലും അറുത്ത ആ ഒരു ഇറച്ചി ഉണ്ടല്ലോ, അറുക്കപ്പെട്ട ആ ഒരു മൃഗത്തിന്റെ ഇറച്ചി വീതം വെക്കപ്പെടുന്നു. ഉസ് റോസ് ഹർ തറഫ് ഖുശി കാ സമ ഹോതാ ഹൈ, ആ ഒരു ദിവസം എല്ലാ ഇടങ്ങളിലും സന്തോഷത്തിന്റെ അടയാളങ്ങൾ ഉണ്ടാകുന്നു. ഉൻഹി ദിനാ മേ മക്ക മുഅസ്സമ മേ ഹജ്ജ് അദാ കിയാ ജാതാ ഹൈ, ആ ദിവസങ്ങളിൽ മക്കയിലെ പ്രസിദ്ധമായ അല്ലെങ്കിൽ മക്ക മുഅസ്സമ മേ ഹജ്ജ് അദാ കിയാ ജാതാ ഹൈ, ഹജ്ജ് നിർവഹിക്കപ്പെടുന്ന ഒരു ദിവസമാണെന്ന്. ഉൻഹി ദിനാ മേ മക്ക മുഅസ്സമ മേ ഹജ്ജ് അദാ കിയാ ജാതാ ഹൈ. മനസ്സിലായല്ലോ? അപ്പൊ സന്തോഷത്തിന്റെ അടയാളമുള്ള ഒരു ദിവസമാണ് അന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ശരിക്ക് പഠിക്കാട്ടോ. അസ്സലാമു അലൈക്കും.